പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ രമ്യ വർഗീസ്, പെരുമ്പാവൂർ കീഴിലം സെൻറ് തോമസ് മലങ്കര കാത്തലിക് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കൾ എയ്വൻ, എയ്ഡൻ, എയ്ബൽ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 നവംബർ 1-ാം തീയതിയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയുമായിട്ടാണ്. അന്ന് അച്ഛനുമായിട്ട് പ്രാർത്ഥിക്കാൻ ഇടയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഹസ്ബൻഡിനെ തൊട്ട് അനുഗ്രഹിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. കാരണം മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന ഒരു മെസ്സേജാണ് അച്ഛന് കൊടുത്തത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ആദ്യമായി കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലും മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു, എൻ്റെ തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അത് ഏറ്റെടുത്തു. എനിക്കറിയാം എന്തോ ദുരന്തം വരാൻ പോകുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അതിന് പ്രകാരം മുന്നോട്ട് പോയി. അതിൽ ഏകദേശം ഇവിടുന്ന് പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഞാൻ അതിനുശേഷം 2022 ഡിസംബർ 20-ാം തീയതി ദൈവം എന്നെ ഒരു ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒറ്റയ്ക്ക് ഒരു ഭൂമിയിൽ എൻ്റെ ദൈവവും എൻ്റെ മാതാവും മാത്രമായി ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ സാക്ഷ്യം എല്ലാവരുടെയും മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതൊരു മെസ്സേജായി ഏറ്റെടുത്തു. അതിന് പ്രകാരം ഞാൻ തളർന്നില്ല. എനിക്ക് എന്തോ ഒരു ശക്തി ദൈവം എനിക്ക് തന്നു. കാരണം നിനക്ക് ഏശയ്യാ 54:5 എന്ന വചനമാണ്. ഞാൻ അങ്ങനെ വചനമൊന്നും ബൈബിൾ ചെറുപ്പം തൊട്ടേ വായിക്കും, പള്ളിയിൽ പോകും, ഭയങ്കര മാതാവിൻ്റെ ഭക്തിയൊക്കെയാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ആ വചനം അങ്ങനെ മനസ്സിൽ എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ ദൈവം എന്നാണ് അവൻ്റെ നാമം. ആ വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഞാൻ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും. അങ്ങനെ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഞാൻ ഒരു കുറവും ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ദൈവത്തോട് ഞാൻ ഒന്നും ചോദിക്കാറില്ല. അതിനുശേഷം ഞാൻ ഇത് 6ാമത്തെ പുതുക്കലാണ്. ഞാൻ ഒരു ഉടമ്പടി നിയോഗം പോലും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഞാൻ ഇത്ര മാത്രം എഴുതും എന്നും വന്നിട്ട്, ദൈവമേ, നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കേണ്ടതുമായ അനുദിന ജീവിതത്തിന് വേണ്ടിയല്ല, നിത്യത എന്നൊരു ഇറ്റേണൽ ലൈഫ്, അതിനു വേണ്ടി മാത്രമായിരിക്കണമേ എന്ന് മാത്രമാണ് ഞാൻ അതിലെഴുതുന്നത്. ഇറ്റേണൽ ലൈഫ് ഞാൻ നിത്യത എന്നൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കാറുണ്ടെങ്കിലും പക്ഷേ ഇത്രത്തോളം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി തന്നത് ആ ഒരു ഉടമ്പടിക്ക് ശേഷമാണ്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ലൗകികമായി ആഗ്രഹിക്കുന്നവരാണ്. ഫാമിലി, ജീവിതം, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ പക്ഷേ നമ്മൾ ദൈവത്തെ അതിൻ്റെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് പിന്നെ അതിന് ശേഷം ഈ ദുരന്തം പോകുന്നു എന്ന് മാതാവ് പറഞ്ഞതിന് ശേഷം എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റിയാണ്. ബാക്കി എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്തയായിട്ട് ഇങ്ങനെ പോകും. ഓരോ കാര്യങ്ങളും, ഓരോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികളും ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും. ദൈവമേ ഇങ്ങനെ വന്നുള്ളൂ. പിന്നെ ഒരു 2 ദിവസത്തിന് ശേഷം പിന്നെ അതെനിക്കൊരു സന്തോഷമായി മാറും. അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, അത് അങ്ങനെയായി മാറുന്നു. അതിൽ ഓരോരോ കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ഏകദേശം ഒരു 15 വർഷമായി ഞാൻ ഒരു PSC ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും PSCയിൽ ഫസ്റ്റ് 10 റാങ്കിന് മുമ്പിൽ വരും. പക്ഷേ അന്നൊക്കെ ഒന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ നിന്നത് വിളിക്കില്ല. അപ്പം ഞാനൊരു താൽക്കാലികമായ ഒരു ജോലിക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ ഒറ്റയ്ക്കായ ജീവിതത്തിൽ എനിക്ക് മക്കളെ നോക്കണം. അപ്പം എനിക്കത് പറ്റില്ല. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര PSC എഴുതിയിരിക്കുന്നു, ലിസ്റ്റിലുണ്ട്, പക്ഷെ ദൈവമേ എനിക്ക് നീ എന്താ തരാത്ത എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഏകദേശം 1 മാസം ഇല്ല, 2 ലിസ്റ്റ് ഏകദേശം ഒരേപോലെ വിളിക്കുകയാണ്. ഏകദേശം 1 വർഷത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്നതിന്. അത് ഞാൻ മലപ്പുറം ജില്ലയിൽ താലൂക്ക് ആശുപത്രി ജോലി ചെയ്തു. ഇപ്പോൾ ഞാനത് മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് ആ PSC 2 ജോലി എനിക്ക് തന്നു. ഞാൻ ഒന്നിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ എനിക്ക് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് ആ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തന്നത്. കാരണം ആരുടെയും മുന്നിൽ ഞാൻ ഒരു പരിഹാസ വസ്തുവോ അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി ഞാൻ മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ ആരുടെയും മുന്നിൽ എന്നെ ദൈവം അനുവദിക്കില്ല. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഞങ്ങൾ നിലമ്പൂരാണ് താമസിച്ചിരുന്നത്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു വനമേഖലയാണ്. ഒരു 10-25 കിലോമീറ്റർ ദൂരം വരണം ഒരു ടൗണിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ജോലി കിട്ടി. ദൈവമേ, ഒരു സാധാരണ വീടാണ്, ഓടിട്ട ഒരു വീട്. ആ വീട്ടിൽ പ്രളയവും ആ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രളയവും ഭയങ്കര മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഈ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ദൈവം എനിക്കൊരു വീട് തരുമോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ദൈവം ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അതിന് പ്രകാരം ഒരു വീട് വാങ്ങാൻ, അപ്പോൾ അനിയത്തി ഒക്കെ വീട് കണ്ടു തുടങ്ങി. ആദ്യമായിട്ടൊരു വീട് എന്നെ കാണാൻ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഉപ്പ് കൊണ്ടുപോയിരുന്നു, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ തേച്ചു. അത് വീടിൻ്റെ കോർണറിൽ തേച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് തരാനാണെങ്കിൽ ഈ ഒരു വീടിന് ഞാൻ അങ്ങയുടേതാക്കി മാറ്റിയാണ്, എനിക്കിതിലൊരു അവകാശവുമില്ല. അതിന് പ്രകാരം എനിക്ക് ആ വീട് അനുവദിച്ചു തന്നു. ഏകദേശം ടൗണിൽ ഒരു നല്ലൊരു വില വരുന്ന ഒരു സ്ഥലവും വീടുമായിട്ട് ഞങ്ങൾക്കത് തന്നു. വളരെ നിസ്സാരമായ പലിശയ്ക്ക് ദൈവം അത് അനുവദിച്ചു തന്നു. ഇപ്പോഴും എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പൈസയ്ക്ക് ഇത്രയും ടൗണിൽ ഒരു വീട് ദൈവം? അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഓരോന്നായി ദൈവം എനിക്ക് തരികയാണ്. അതിൽ കൂടുതലെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പിതാവായ ദൈവത്തോടൊരു സ്നേഹം വരിക. സ്നേഹം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമുണ്ട്, പുത്രനെ നൽകി നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ പിതാവായ ദൈവത്തോട് ഞാൻ എപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും എനിക്ക് പിതാവിൻ്റെ രൂപം മനസ്സിൽ വന്നിട്ട് ഞാൻ പിതാവിൻ്റെ കഴുത്തേൽ 2 കൈയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എപ്പോഴും ഒരു ദർശനമാണ്. ഞാൻ പലപ്പോഴും അത് മാറ്റാൻ ശ്രമിക്കും. കാരണം വലിയ മഹത്വകരമായ ഒരു പിതാവിൻ്റെ കഴുത്തിൽ കാലിൽ പിടിക്കേണ്ടതല്ലേ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ചോദിക്കും, പിതാവായ ദൈവത്തെ, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് അത്ര സ്നേഹം കാണിച്ചു. അപ്പോൾ ഞാൻ പിതാവിനോടാണ് എല്ലാം ചോദിക്കുന്നത്, അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ ഇടവരുത്തണം. എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ഓരോ ദിവസവും ഞാൻ അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇടവരുത്തണമേ എന്ന് ഞാൻ പിതാവിനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും നന്ദി പറയുന്നത് പിതാവായ ദൈവം ഈ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നതിന് മാത്രമേ ഞാൻ നന്ദി പറയാറുള്ളൂ. കാരണം നമ്മൾ അതിൻ പ്രകാരം ആ പുത്രൻ്റെ സ്നേഹം ഞാൻ ഈ ഉടമ്പടിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിത്യതയിലൂടെ നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കേണ്ടതും എല്ലാം നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതിലൊന്നും തളരാനോ അതിനുവേണ്ടി കരഞ്ഞിരിക്കാനോ ഞാൻ ഇതുവരെ എന്നെ ദൈവം ഇടയാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ മോൻ്റെ ഒരു രോഗസൗഖ്യമാണ്. ഒരു ദിവസം രാവിലെ അവൻ്റെ ഒരു സ്ക്രോട്ടൽ ഏരിയയിൽ നല്ല രീതിയിൽ സ്വെല്ലിങ് വന്നു. അപ്പോൾ സ്വെല്ലിങ് വന്ന് നല്ല രീതിയിൽ ചുമന്നിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിൽ പുരട്ടി. ഒരു ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. എനിക്കെന്തോ ഒരു ധൈര്യം തന്നു. നല്ല രീതിയിൽ സ്വെല്ലിങ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം ഞാനത് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ചു. രാവിലെയും വൈകുന്നേരം ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാമല്ലോ. എനിക്ക് ഒരു രോഗത്തിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് ഇനിയാവില്ല. നീ അത് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം ദൈവം അത്ഭുതകരമായി സൗഖ്യം നൽകി. പിന്നെ ഞാൻ എൻ്റെ ജോസഫച്ചൻ എല്ലാ ആഴ്ചയിലും ധ്യാനത്തിൽ എനിക്കൊരു ബൂസ്റ്റാണത്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ ഉത്തരമായിട്ടാണ് ജോസഫച്ചൻ്റെ ഓരോ ധ്യാനവും എനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ചിലപ്പം ദൈവത്തിൽ ആശ്രയിച്ചാൽ പോലും എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന തരത്തിലാകുമ്പോൾ ഞാൻ പറയും, ജോസഫച്ചൻ്റെ ധ്യാനം കൂടും. വെറുതെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ ജോസഫച്ചൻ്റെ ധ്യാനം കൂടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ നിന്ന് തരും. അപ്പോൾ എനിക്ക് ഏറ്റവും നൽകിയ എനിക്ക് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെട്ട ഒരു വചനം എന്ന് പറഞ്ഞാൽ വിലാപങ്ങൾ 3:27.
യൗവനത്തിൽ മുഖം വഹിക്കാൻ കർത്താവിന് പ്രീതികരമാണ്. അത് അവിടുന്ന് തരുമ്പോൾ മൗനമായിരിക്കണം. അതായത് പരാതി പറയരുത്. ഞാൻ ഒരു പരാതിയും പറയുന്നില്ല. പക്ഷേ ദൈവം എന്നെ നടത്തുന്നു, ഏറ്റവും കൂടുതൽ ഏറ്റവും സൗഭാഗ്യകരമായ രീതിയിൽ നടത്തുന്നു. മക്കളെ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നു, ജീവിതത്തിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും നടത്തുന്നു. അതെല്ലാം ഞാൻ ഈ ഉടമ്പടിയുടെ ബലത്തിലാണ്. അതായത് സഹനങ്ങളിൽ നമ്മൾ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമായിട്ടാണ് ഈ ഉടമ്പടിയെ ഞാൻ കാണുന്നത്. എന്നും ഞാൻ അതിൽ ജീവിക്കാനും ഞാൻ ഇതിലൊരു സാക്ഷ്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ ഉടമ്പടി പുതുക്കിയാൽ മാത്രമല്ല, ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, കുർബാനയിൽ പങ്കുകൊള്ളും. കുർബാന എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ 90 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊക്കെ ചിന്തിക്കാം. പക്ഷേ ഞാനൊരു 20 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്ത ക്ഷീണം പോലും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ 2-2.5 മണിക്കൂർ രാവിലെ പോകും, വൈകുന്നേരം 4:30 ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും. ദൈവത്തോട് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും അല്ലെങ്കിൽ തൈലവും ഞാൻ സേവിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയാക്കി തരണമേ. കാരണം എനിക്കറിയാം ഇത്രത്തോളം ട്രാവൽ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, മക്കളുടെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല. പ്രായമായ മാതാപിതാക്കളുള്ളത് കാരണം അവരെ ശ്രദ്ധിക്കാനും എടുക്കാനും എനിക്ക് വേറെ ജീവിതത്തിൽ ആരുമില്ല. അപ്പോൾ ദൈവം എനിക്ക് കൂടുതൽ ശക്തി തരും. എന്ന് പറയുമ്പോൾ അതങ്ങ് ഞാൻ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്കൂട്ടിയിൽ ഒരു 10 മിനിറ്റ് സഞ്ചരിക്കേണ്ടതുണ്ട് രാത്രിയിൽ. അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ധൈര്യം തരും. ഞാൻ 121 സങ്കീർത്തനവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഈ വിലാപങ്ങൾ 3:27 എൻ്റെ മനസ്സിൽ ഇപ്പോൾ എപ്പോഴും നോക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കണം. അതെനിക്കൊരു ഉറച്ച ബോധ്യമാണ് ദൈവം തന്നത്. അതുകൊണ്ട് ഞാൻ അടുത്ത എൻ്റെ മനസ്സിലൊരു ബിസിനസ് സംബന്ധമായ ഒരു ഐഡിയ ദൈവം എനിക്ക് തരികയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ദൈവത്തോട് ചോദിക്കും, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കുമോ? കാരണം എനിക്കെല്ലാം കൂടെ സമയമുണ്ടാവുമോ എനിക്കറിയില്ല. ഈശോ അത് പോസിറ്റീവ് മാത്രമായിട്ടാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ പറയും, എല്ലാവരും എന്നോട് ചോദിക്കും, നീ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു? കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകും, അതിനുശേഷം വന്നിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യും, മക്കളുടെ കാര്യം നോക്കും, അങ്ങനെ എല്ലാ കാര്യം എങ്ങനെ ദൈവം നിനക്ക് അപ്പം ഞാൻ പറയും, എൻ്റെ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുക. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഹോം മെയ്ഡ് ബിസിനസ്, ഫുഡിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പറയും, ദൈവമേ എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് കുക്ക് ചെയ്യാനും എനിക്ക് അറിയേയില്ല. കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ടേസ്റ്റ് വ്യത്യാസം പോലും മനസ്സിലാകാത്തൊരു വ്യക്തി, ഞാൻ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും പറയുക, എന്തൊരു ടേസ്റ്റ്, എന്താ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുകയാണ്. അത് ഈശോയാണ് ചെയ്യുന്നത്. ഞാൻ ഓരോരുത്തരോടും പറയുന്നുണ്ട്. കാരണം എനിക്കറിയാം എനിക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കഴിവും എനിക്കില്ല. അതായത് ഉടമ്പടിയിൽ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ ഗ്രേസ് ആണ് ജീവിതത്തിൽ എനിക്ക് പ്രചോദനമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യം സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം 2 വണ്ടിയും വീട്ടിൽ കിടക്കുന്നു. ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകുന്ന ഒരു ഗതികേടാണ്. എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ഈ വണ്ടികൾ രണ്ടും ഈ വീട്ടുമുറ്റത്ത് കിടന്നിട്ട് എനിക്കിത് വേറെ ഒരു നിവൃത്തിയില്ലല്ലോ, ദൈവമേ എന്നെ സഹായിക്കണം, എനിക്ക് ധൈര്യം തരണമേന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതിന് പ്രകാരം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ അവിടെയും ഞാൻ വിശുദ്ധ തൈലവും സ്റ്റീറിങ്ങിലൊക്കെ തൈലവും വിശുദ്ധ ഉപ്പും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് പ്രകാരം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടി. ഞാനിപ്പോൾ നല്ല തിരക്കുള്ള റോഡിൽ MC റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡിൽ കൂടെ ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്നു. അതെൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ജീവിതം ഞാൻ ഇത്രത്തോളം സഹനത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ
ദൈവം സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിൽ പറയുന്നു. അതായത് ഞാൻ ഇത്രയും സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം എൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ബോൾഡാണ്. ഓരോരോ ആൾക്കാരും വരുമ്പോൾ ചോദിക്കും ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡ് എന്താ, അപ്പം ഞാൻ നല്ല കൂളായിട്ട് പറയും ഹസ്ബൻഡ് മരിച്ചുപോയി. ഹസ്ബൻഡ് മരിച്ച പിന്നെ അവർക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഇത് എന്താ ഈ കൊച്ചിങ്ങനെ പറയുന്നത്? കാരണം അപ്പം ഞാൻ എൻ്റെ ദൈവം എനിക്ക് പണ്ടേ തന്നൊരു ബോധ്യമുണ്ട്. എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയുള്ളൂ എന്നുള്ളത്. അതിന് പ്രകാരം എനിക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ട്. അപ്പോൾ അവരും കൂളാവും, ഞാനും കൂളാവും. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവരുടെ പഠിത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നു, ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. അപ്പം നേഴ്സിംഗ് എന്ന ജോലി ഞങ്ങൾ വളരെ പാവപ്പെട്ട, പഠിക്കാനൊന്നും ഒരു പണവുമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ നേഴ്സിംഗ് എന്ന ജോലി എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്നു. അപ്പോൾ അന്ന് ലോണൊക്കെ എടുത്താണ് പഠിച്ചത്. പക്ഷേ ഈ നേഴ്സിംഗ് എന്ന ജോലിയിലൂടെ ഈശോയുടെ കരുണ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷെ അത് എത്രത്തോളം ഇത്ര മനോഹരമായിട്ട് ഞാൻ ചെയ്യുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എനിക്ക് ഒരാളെ കണ്ടാൽ എനിക്ക് ഈശോയുടെ കരുണ ഓർമ്മ വരും. ഈശോയുടെ കരുണ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ വന്ന് ഓരോ രോഗികളും വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു അനുഭവ രീതിയിലൂടെ കടന്നു പോകുന്ന സ്ഥിര രോഗവും എല്ലാം. അപ്പം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കുട്ടികളുടെ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാകും. ഞാൻ അവരോട് സംസാരിക്കും. ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയം നോക്കാറില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് അവർക്ക് ഈശോയെ കൊടുക്കും. ഈശോയെ കൊടുക്കുന്ന വെച്ചാൽ പ്രധാനമായും കൃപാസനത്തിലെ ധ്യാനം, യൂട്യൂബ് ചാനൽ അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പത്രം ഞാൻ ഇപ്പം 3 മാസം കൂടുമ്പോൾ എൻ്റെ പത്രം ഞാൻ നടന്ന് 10-25 കിലോമീറ്റർ ഞാനും മൂത്ത മോനും കൂടെ നടന്ന് കൊടുക്കുമായിരുന്നു. പത്രം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക ഈശോയെ പത്രം കിട്ടുന്നില്ല, പത്രം കിട്ടണമെങ്കിൽ ഇത്രയും ദൂരം, അന്ന് ഞാൻ നിലമ്പൂരായിരുന്നു, ഇത്രയും ദൂരം വരണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പോകുമ്പോൾ അവിടെ കാണും 2-3 കെട്ട് പത്രം. ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ ഈ പത്രം കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയെങ്കിലും ആത്മാവെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, താഴെ ഇടരുത്, വളരെ വിശുദ്ധമായി കാത്തുകൊള്ളണമെന്ന് പ്രധാനമായും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുള്ളൂ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു തീർക്കണമെന്നൊന്നുമില്ല. ഞാൻ കൊടുക്കുന്ന പത്രം വ്യക്തമായി പറഞ്ഞ് അവരെ ആഴത്തിൽ ബോധ്യപ്പെടുത്തി ഞാൻ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഞാൻ പത്രം കിട്ടാൻ ഞാൻ ഇവിടെ വരണം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു കൊടുക്കും, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. അമ്മമാരോട് പറയും. പിന്നെ അവിടെ ഒത്തിരി ആൾക്കാർ പത്രം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പത്രം കൊണ്ട് കൊടുത്താൽ വെറുതെ നമ്മൾ കൊടുത്ത് ആ പത്രത്തിൻ്റെ എനിക്ക് ഭയങ്കര വേദനയാണ്. കാരണം പത്രം കിടക്കുന്ന കാണുമ്പോൾ ഓരോരുത്തരും നിലത്തേക്കൂടെ ചവിട്ടി പത്രത്തിൻ്റെ മുകളിൽ പാത്രവും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളും എടുത്തു വെക്കാനുള്ള ഒരു സാധനമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊടുക്കും ഭയങ്കര വേദന. ഞാൻ അതെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതെല്ലാം പെറുക്കിയെടുത്തിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ അവിടെയുള്ള രോഗികൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇത്ര മഹത്തമായ പത്രമാണ്, അത് നിങ്ങളിങ്ങനെ സാധനം വെക്കാനുള്ള ഇതല്ല, അതറിയില്ലായിരുന്നു സിസ്റ്റർ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ പത്രം കൊടുത്ത് അതെടുക്കും. എന്നിട്ട് ഞാൻ ചവറ്റുകൊട്ടയിലും അതൊക്കെ പോയി അവരൊക്കെ കളഞ്ഞെടുക്കുന്ന പത്രം ഞാൻ വേറെയുള്ളവർക്ക് കുറേ പഴയതൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുക്കും. പത്രം നിങ്ങളങ്ങനെ കളയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ യൂട്യൂബ് ചാനൽ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. അച്ഛൻ നല്ല രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുമെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒത്തിരി രോഗികൾ ഇവിടുത്തെ ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നവരുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ഒരാഴ്ചയല്ല മാസത്തിൽ എനിക്ക് എന്നെ ദൈവം ഇങ്ങനെ തോന്നിപ്പിക്കും. തോന്നിപ്പിക്കും ഒരാളെ കാണുമ്പോൾ ഇവർക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും. ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം അവരാഗ്രഹിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ച് വന്നിരിക്കുകയാണ്, ഒരു ആപ്പിളിന് വേണ്ടി കൊതിക്കുന്ന ഒരു കൊച്ച്. ഒരു ആപ്പിൾ ഈ കാലത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെയുള്ളവർ ഞാൻ കണ്ടെത്തി
ദൈവം എനിക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അന്നേരം കയ്യിൽ, പക്ഷേ ഞാൻ കൊടുക്കും. ഞാൻ അവരുടെ നമ്പർ മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. നമ്പർ മേടിച്ച് ഞാൻ അവരുടെ പിന്നെ എനിക്കുള്ള സമയത്ത് ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതും, ദൈവമേ വിധവ ചില്ലിക്കാശ് കൊടുത്തതിൻ്റെ അതേപോലെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു 3 ഇരട്ടിയായി. എനിക്ക് പോലും അറിയില്ല എനിക്കെവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ്റിൽ നിന്നാണ് ഞാൻ പണ്ട് വർക്ക് ചെയ്ത് അവിടെ നിന്നൊക്കെ ആണെങ്കിലും ഞാൻ ആവശ്യത്തിന് ആ ഒരു പ്രത്യേക നിമിഷം ഞാൻ ആനന്ദിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ എത്രത്തോളം കരുണയോടെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ളൊരു ഒരു ഭാഗ്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അവരെ ദൈവത്തിങ്കിലേക്ക് ആഴപ്പെടുത്തും. ക്രിസ്തീയ ജീവിതം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഓരോ മൂല്യം. പിന്നെ അച്ഛൻ കഴിഞ്ഞ 16th ധ്യാനത്തിൽ പറയുന്നുണ്ട്, 4 കടമ്പ കടക്കണം, 4 കടമ്പയാണ് ഉടമ്പ ജീവിതം എന്ന്. അതായത് ചെങ്കടൽ, മരുഭൂമി, ജോർദാൻ, ജെറീക്കോ. ഇപ്പം ഞാൻ ജെറീക്കോ. അപ്പം ഞാൻ എൻ്റെ ജീവിതം ഈ 2022 ശേഷം എൻ്റെ ജീവിതം ഈ 4 കടമ്പയിലൂടെ കടന്ന് ഞാനിപ്പോൾ ഒരു ജെറീക്കോ പട്ടണത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം പ്രവർത്തിക്കും. ദൈവം അതൊരു ധൈര്യമായിട്ട് എന്നെ ആ ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എൻ്റെ ഒരു കാര്യമാണല്ലോ ഈ പറയുന്നത്. കാരണം എനിക്ക് ഒരു ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ. എന്നേക്കാൾ കൂടുതലും നിനക്കറിയാം എൻ്റെ ആവശ്യങ്ങളെല്ലാം. അതിന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചോദിക്കാറുമില്ല. അപ്പം ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് ജോസഫ് അച്ഛൻ പറഞ്ഞ്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാൻ ഒരു കാലത്തും തളരില്ല. ഞാനിത് ഈ പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പ്രചോദനമാവട്ടെ. എൻ്റെ സാക്ഷ്യം ഈ ഒരു സാക്ഷ്യത്തിലൂടെ പലർക്കും ഒരു പ്രചോദനമാവുന്നത് വഴി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ട് കൂടി ഞാൻ ഈ സാക്ഷ്യം ഈശോയുടെ അമ്മയ്ക്കുടെയും മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, മാതാവേ നന്ദി. പിന്നെ എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുർബാന ലൈവായിട്ട് കൂടാൻ പറ്റില്ല. ഞാൻ ഓൺലൈനായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും എനിക്ക് നിർബന്ധമാണ്. ഞാൻ മക്കളോടും പറയും, നിരങ്ങി ആണെങ്കിൽ പോലും നമുക്ക് അസുഖം വന്നാലും നമുക്ക് ചിലപ്പം പനി അങ്ങനെ ഒന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. നിരങ്ങിയാണെങ്കിൽ പോലും ഞായറാഴ്ച ദിവസം കുർബാന കൂടണമെന്നാണ്. പക്ഷേ ഞായറാഴ്ച കുർബാന മുടക്കരുത്, ഈശോയെ സ്വീകരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ കുറേ യാത്രകളും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തിരക്കാണ്. എന്ത് തിരക്ക് വന്നാലും ഞാൻ ഓൺലൈനായിട്ട് എന്നും രാവിലെ കുർബാന കൂടും. അതിൽ ഈശോയെ സ്വീകരിക്കുന്ന ഒരു സമയത്ത് എനിക്കത് ലൈവായിട്ട് തന്നെ എനിക്ക് അനുഭവം ഉണ്ടാവും. ഈശോയെ നമ്മൾ എങ്ങനെയാണ് കുർബാനയെ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ബസ്സിലിരുന്ന് ഓൺലൈനായിട്ട് കുർബാന കൂടും. പിന്നെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും 5:30 ഞാൻ കൂടും. എന്നും രാവിലെ പോകുമ്പോൾ 5:30 കൂടും. പിന്നെ ജപമാല എന്ന് പറയുമ്പോൾ ജപമാല എൻ്റെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എത്ര എണ്ണം ചൊല്ലുന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വരും. മിനിമം ഒരു 2-3 എണ്ണമൊക്കെ ഒരു ദിവസം ചൊല്ലും. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ഒരു നിർബന്ധമാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ അനുഷ്ഠിച്ചു പോരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം. ഈ ഉടമ്പടി ഇതിപ്പോൾ ഒരു സാക്ഷ്യം, ഒരു തുടക്കമാണ്. ഇനിയും ഞാൻ വരും. ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3 രമി എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. അങ്ങയുടെ പുത്രനോട്, ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് രമ്യ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്തു. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. മകന് രോഗം വന്നപ്പോൾ സാധാരണ നഴ്സസ് നമുക്കറിയാം പെട്ടെന്ന് മെഡിക്കൽ ലൈനിലാണ്, ഹോസ്പിറ്റലിലേക്ക് മെഡിസിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ രമ്യ ഇവിടെ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് ഈ മകൾ തന്നെ ഉൾപ്രേരണ ഉണ്ടായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് അമ്മ മാതാവ് തന്നെ ഈ മകളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുകയാണ്. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിക്കിൾ സ്വന്തം കൈകൊണ്ട്. മോൾ പറയുന്നത്, എനിക്ക് അത്ര വശമൊന്നുമില്ല കുക്കിങ്ങിനൊന്നും, പക്ഷെങ്കിൽ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച നിറച്ച് ഉപ്പിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്തിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ്
ഒരു ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരു കൃപ എനിക്ക് നൽകിയെന്നാണ് മഹത്വപ്പെടുത്തുന്നത്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ ആ ബിസിനസ്സും നല്ല സക്സസ്ഫുള്ളായിട്ട് ഫോർവേഡ് ചെയ്യുന്നു. പിന്നീട് വെഹിക്കിൾ ലൈസൻസ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത രമ്യയ്ക്ക് ഒരിക്കലും സ്വയം ഒന്നും പ്രതീക്ഷിച്ചില്ല അത് ചെയ്യുവാൻ സാധിക്കും, ഡ്രൈവിംഗ് എനിക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേങ്കിൽ 3 മക്കളെയുമായിട്ട് കുട്ടികളുടെ പഠിത്തം നോക്കണം, ഫ്യൂച്ചർ നോക്കണം. അതിന് പ്രകാരം തന്നെ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ്. നേർച്ച വസ്തുക്കളായി വെഞ്ചരിച്ച് തൈലം തേച്ച് പ്രാർത്ഥിച്ച്, ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച്, വെഞ്ചരിച്ച് ഉപ്പിട്ട് സ്റ്റെയറിങ്ങിൽ ഡ്രൈവിംഗ് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി. ഇവിടെയെല്ലാം നാം കാണുന്നത് രമ്യ തുടർച്ചയായിട്ട് ഈശോയോടും അമ്മയോടും ഹിതമനുസരിച്ചാണ് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നത്, സ്വന്തം അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ്. മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ മകൾ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുകയല്ല, അമ്മയോട് സംസാരിക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ആത്മീയ ബന്ധം. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത്, എനിക്കൊരു ആത്മീയ ബന്ധത്തിലേക്ക്, ഒരാത്മീയ വളർച്ചയിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. സുഭാഷിതം 23:8 പറയുന്നത്, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം നേരിടുകയില്ല എന്ന്. ആ പ്രതീക്ഷയോടെയാണ് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ. 3 മക്കളുണ്ട്, ജോലിയുണ്ട്, എങ്കിലും കാരുണ്യ പ്രവൃത്തികൾക്ക് സമയം ചിലവാക്കുന്നു. ഹോസ്പിറ്റലിൽ അവിടെയും ഇവിടെയും കിടക്കുന്ന പത്രങ്ങളെടുത്ത് പറഞ്ഞു കൊടുത്ത് ഓരോ രോഗികൾക്കും കൂടെ നിന്ന് അവരെ ദൈവത്തിലേക്ക് ദൈവമഹത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, അതും ഹോസ്പിറ്റൽ നഴ്സായി, ഗവൺമെൻറ് ഹോസ്പിറ്റൽ നഴ്സായ ഈ മകൾ അതും മറക്കുന്നില്ല. കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് ഉടമ്പടി ചെയ്ത് മുന്നോട്ട് നയിക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കുന്നത്, ശിരസ്സുയർത്തി നിൽക്കുവാൻ സഹായിക്കുന്നത് ഉടമ്പടി ജീവിതമാണ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതത്തിൽ നാം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ദൈവത്തെ പരിചയമായും ആശ്രയമായി സ്വീകരിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സമർപ്പണ ജീവിതമാണ് ഉടമ്പടി. സങ്കീർത്തനം 23:4 പറയുന്നത് പോലെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ആ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തെ എൻ്റെ രക്ഷാ കവചമായി സ്വീകരിച്ച് മഹത്വപ്പെടുത്തി ശിരസ്സുയർത്തി നിർത്തുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രമ്യ വർഗീസിനും കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.